കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തിന് അവർക്ക് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ പണി ഏറ്റെടുക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് കേരളത്തിലെ പോലീസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പണവും വാങ്ങി 4 നേരം മൃഷ്ടാനം ഭക്ഷണവും കഴിച്ച് എമ്പക്കവും വിട്ട് KSUക്കാരന്റെയും യൂത്ത് കോൺഗ്രസുകാരന്റെയും മെക്കിട്ടേറാനാണ് ഈ പോലീസുകാർ കാക്കിയിട്ട് വരുന്നതെങ്കിൽ ഇവരെയൊക്കെ മുട്ടുകാല് തല്ലിയോടിക്കുന്ന കാലഘട്ടം അതിവിദൂരമല്ല. മുട്ടുകാല് തല്ലിയോടിക്കും, ഒരു സംശയവും വേണ്ട. ഞങ്ങളതിന് പ്രേരിപ്പിക്കരുത്. നിങ്ങൾ എത്രത്തോളം പ്രകോപനമുണ്ടാക്കും? KSUക്കാർക്കെതിരായി കേസ്. ഈ വടക്കാഞ്ചേരിയിലെ കുട്ടികളെ ആക്രമിച്ചത് SFI-ക്കാരാണ്. SFI-ക്കാരെ അവർക്ക് ജാമ്യമെടുക്കാനുള്ള അവസരം കൊടുത്തു. KSUക്കാർ ജാമ്യമെടുക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തതിനു ശേഷമാണ് അവരെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുവന്നത്. തലയിൽ കറുത്ത തുണിയിട്ട് അവരുടെ കയ്യിൽ കയ്യാമം വെച്ച് അവരെ കോടതിയിൽ ഹാജരാക്കിയത്. ഒന്ന് ആലോചിച്ചു നോക്ക്. DCC പ്രസിഡന്റായ എനിക്കെതിരെ 1 വർഷക്കാലം മുമ്പ് കോതമംഗലത്ത് 9 കേസാണ് ഒരു ആന ഒരു സ്ത്രീയെ ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ ഒരു ധാർമ്മിക സമരത്തിനെതിരായി എടുത്തിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ്. എന്ത്? എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. 1 വർഷക്കാലത്തിലധികം മുമ്പ് എനിക്ക് കോടതി അനുവദിച്ച ജാമ്യം, ആ ജാമ്യം ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി കോടതിയിൽ ഈ പോലീസാണ്, ഈ പിണറായി വിജയന്റെ പോലീസാണ് ഒരു DCC പ്രസിഡന്റിനെതിരായി വീണ്ടും ജാമ്യം കിട്ടിയ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നടത്തിക്കോ, നിങ്ങൾ ജാമ്യം ക്യാൻസൽ ചെയ്യുക, നിങ്ങൾ കള്ളക്കേസിറക്കെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ അതുകൊണ്ടൊന്നും ഞങ്ങളുടെ സമരവീര്യത്തെയും ഞങ്ങളുടെ പോരാട്ടത്തെയും അങ്ങനെയൊക്കെ അങ്ങോട്ട് മൂക്കിൽ വലിക്കാമെന്ന് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അവനൊന്നുമല്ല, അവന്റെ അച്ചുവീട്ടിൽ നിന്നല്ല ഞങ്ങൾക്ക് ചെലവിന് തന്നതും ഞങ്ങളെ ഇതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരാക്കിയതെന്നും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ് എന്നുകൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയൊക്കെ ഭയപ്പെടുത്തി കേസെടുത്ത് ഞങ്ങളൊക്കെ അവിടെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ അങ്ങനെ പോകുന്ന ആളുകളല്ല എറണാകുളത്തെ കോൺഗ്രസും KSU എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. കേരളത്തിലെ കോൺഗ്രസും UDF-ഉം ഈ ജനവിരുദ്ധ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തി ജനങ്ങളുടെ കോടതിയിൽ ജനങ്ങളെ കൊണ്ട് ഞങ്ങൾ വിധി പറയിപ്പിക്കും. ഒരു സംശയവും വേണ്ട. ഈ തലതിരിഞ്ഞ നെറികെട്ട ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഈ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ ഈ സർക്കാരിനെ അവരെ നിലക്ക് നിർത്താൻ കഴിവുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനാണ്. ആ പൊതുസമൂഹത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ ഉള്ളത്. കേരളത്തിലെ പോലീസിന് എന്താണ് പറ്റിയത്? കാക്കി അണിഞ്ഞാൽ CRPC-യും IPC-യും എന്തുണ്ടെന്ന് കരുതി, കയ്യിൽ ഒരു പേനയുണ്ടെന്ന് കരുതി ഏത് ആൾക്കെതിരെയും എന്ത് കേസെടുക്കാനും ഈ കാക്കി അണിഞ്ഞതിന്റെ പേരിൽ ആരെയും അതിക്രൂരമായി ആക്രമിക്കാനും ആരാ നിങ്ങൾക്ക് അധികാരം തന്നത്? ഒരാളും നിങ്ങൾക്ക് അധികാരം തന്നിട്ടില്ല. ഞാൻ പണ്ട് കോർപ്പറേഷന്റെ ഉപരോധ സമരത്തിൽ ഞാൻ എറണാകുളത്തെ ഈ സിറ്റിയിലെ പോലീസുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വാങ്ങിക്കുന്ന മാസപ്പടി, ഓരോ മാസവും നിങ്ങൾക്ക് കിട്ടുന്ന പണം ആരൊക്കെയാണ് നിങ്ങൾക്ക് തരുന്നത്? ഈ ജോലിയിൽ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ സാമ്പത്തിക നേട്ടങ്ങൾ, നിങ്ങളുടെ വിവരങ്ങൾ ഞങ്ങൾ എല്ലാവരുടെയും വിവരാവകാശ പ്രകാരം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് ആവശ്യമാണ്. ഒരു സോഷ്യൽ ഓഡിറ്റിംഗ്. നിങ്ങളുടെ പണങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. നിങ്ങൾ വാങ്ങുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല നിങ്ങൾ വാങ്ങുന്നത് കേരളത്തിലെ ജനങ്ങളും ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങളും നിങ്ങൾക്ക് തന്ന ആ പണി കൊണ്ട്, നിങ്ങൾ ജനങ്ങൾക്ക് പണി കൊടുത്താണ് നിങ്ങൾ ഇതെല്ലാം വാരിക്കൂട്ടുന്നത്. ആ വാരിക്കൂട്ടുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ചോ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ എല്ലാ രേഖകളും ഇതുപോലെ മാസസ്വൽക്കരിക്കപ്പെട്ട ഈ ക്രിമിനൽ സംഘങ്ങളായിട്ടുള്ള ഈ പോലീസുകാർ കോടതിക്ക് മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. അവർക്കുള്ളത് ഏറ്റവും അവസാനം ഈ നാട്ടിലെ നിയമ സംവിധാനം ഏർപ്പെടുത്തുന്ന ജയിലറയായിരിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോ. ജയിലറയായിരിക്കും. ജനങ്ങൾ നൽകുന്ന നികുതിപ്പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് പോലീസിന്റേത്. അവരുടെ മേൽ മെക്കിട്ട് കയറാനുള്ള, അവർക്ക് മേൽ കുതിര കയറാനുള്ള ഉത്തരവാദിത്തമല്ല നിങ്ങൾക്കുള്ളത് എന്നുകൂടി മനസ്സിലാക്കിക്കോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്